ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ടേസ്റ്റിക് ട്രാവലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ നടത്തിയ ഒരു ഡ്രൈവിലെ വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളും കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഉള്ളൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അതിരാവിലെ 6 മണിക്ക് തന്നെ ചെക്ക് പോസ്റ്റ് തുറക്കുമെങ്കിലും ഞങ്ങളിവിടെ എത്തിയത് ഒരു ഏകദേശം 7:30 കൂടിയാണ്. 7 മണിയോടുകൂടി താമസസ്ഥലത്ത് നിന്ന് ഇറങ്ങി അതൊക്കെ ചായ കുടിച്ച് 7:30 മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. ഞങ്ങൾ ഒരു 3 വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് ഒരുപാട് വെളിമ്പ്രദേശങ്ങളും തിക്ക് ഫോറസ്റ്റുകളും കാണും. രാവിലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. നിരന്ന് കിടക്കുന്ന പച്ചപ്പായ ആ വെളിമ്പ്രദേശത്തിൻ്റെ ഇടയിലൂടെ സൂര്യനെ കാണുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ധാരാളം ഹമ്പുകൾ റോട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനം അധികം സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാട്ടിലൂടെ പോകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സാവധാനം തന്നെ യാത്ര ചെയ്യുക. കാട് ആസ്വദിച്ച് മറ്റുള്ള ആളുകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ശല്യമാവാതെ സാവധാനം യാത്ര ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഹമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. മൈസൂർ പോകുന്ന ഒരു പ്രധാന പാതയായതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതിൽ വരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു വളരെ സങ്കടകരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ചേർന്ന് മ്ലാവ് അഥവാ സാമ്പാർ ഡിയറിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കടുവയെ, പുലി, മറ്റ് വലിയ മൃഗങ്ങൾ ആക്രമിക്കുന്നത് പോലെയല്ല ഈ വൈൽഡ് ഡോഗ്സിൻ്റെ ആക്രമണം. ഇത് കൂട്ടമായിട്ട് ചേർന്ന് 4 സൈഡിൽ നിന്നും വന്ന് ചെറിയ ചെറിയ ബൈറ്റുകൾ കൊടുത്ത് പിന്നീട് അതിനെ വീഴിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന വഴി അതിനെയിട്ട് ഓടിച്ച് ഒക്കെ ചെന്ന് ചെറിയ ചെറിയ കടികളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാഴ്ച സങ്കടകരമാണെങ്കിലും ഇതും കാടിൻ്റെ നിയമമാണ്. നമുക്കിതിനെ രക്ഷിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. ഈ വൈൽഡ് ഡോഗ്സും കാട്ടിലെ ഒരു ജീവി തന്നെയാണ്. അതിനും അവിടെ ജീവിക്കണം. അതിൻ്റെ ഭക്ഷണമാണ് ഇതൊക്കെ. പ്രഡേറ്റേഴ്സായ എല്ലാ മൃഗങ്ങളും ഇതുപോലുള്ള മൃഗങ്ങളെ വേട്ടയാടാറുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ രക്ഷിക്കാൻ പാടില്ല. അങ്ങനെ രക്ഷിക്കാൻ പാടില്ല. അതാണ് കാട്ടിലേറെ പോകുമ്പോഴുള്ള നിയമം. നമ്മളവിടെ വണ്ടി നിർത്താൻ പോലും പാടില്ലാത്തതാണ്. ഇത് റോഡിലേക്ക് ഇറങ്ങി ആണ് ആക്രമണം നടന്നുകൊണ്ടാണ് എല്ലാവരും ഇതുപോലെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകാൻ മാത്രമേ പാടുള്ളൂ. ഞങ്ങളും അധിക നേരം അവിടെ നിന്നില്ല. മൃഗങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. എങ്കിലും ആദ്യമായിട്ടാണ് കാട്ടിൽ ഒരു ഹണ്ടിങ് ലൈവായിട്ട് കാണുന്നത്. വീണ്ടും കർണാടക അതിർത്തിയിലേക്ക് യാത്ര തിരിച്ച് അവിടുത്തെ ഒരു സൂര്യകാന്തി പാടം പൂത്ത് നിൽക്കുന്നുണ്ട്. പേച്ചനഹള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ അടുത്തുള്ള ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിച്ച് വീണ്ടും തിരിച്ചു. നമുക്ക് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനായിട്ട് 20 രൂപയുടെ പാസ്
വൺ സൈഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഇപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ 20 രൂപ വേറെ കൊടുത്തിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. ഈ സൂര്യകാന്തി പാടം കാണുന്നതിനായിട്ട് 10 രൂപ, ഒരാൾക്ക് 10 രൂപ വീതം ടിക്കറ്റ് എടുക്കണം. അത് അവരുടെ ഒരു ചെറിയ വരുമാന സ്രോതസ്സല്ലേ. സൂര്യകാന്തി പാടത്തെ വിശേഷങ്ങളും കാഴ്ചകളും ക്യാമറയിൽ ഒപ്പിയെടുത്ത് വീണ്ടും തിരിച്ച് യാത്ര തുടർന്നു. തിരിച്ച് മ്ലാവിനെ ആക്രമിക്കുന്ന കണ്ടിരുന്ന പോയ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ആ മ്ലാവിനെ വൈൽഡ് ഡോഗ്സ് വീഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഭക്ഷണമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.